നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 866. അതിനാൽ ഭൗതിക ലോകത്തു നിന്നു മോചനം ആഗ്രഹിക്കുന്നവർ കാരണങ്ങൾക്കൊക്കെ ആത്യന്തിക കാരണനായ പരമപുരുഷനെ ആരാധിക്കണം. വിവിധ തരം മൺപാത്രങ്ങൾക്കാധാരമായ മൊത്തം മണ്ണുപോലെയാണ് അദ്ദേഹം. കുടങ്ങൾ നിർമ്മിക്കപ്പെടുന്നതു മണ്ണുകൊണ്ടാണ്. അവ സ്ഥിതി ചെയ്യുന്നതും മണ്ണിലാണ്. അവ നശിപ്പിക്കപ്പെട്ട ശേഷം അവയുടെ ഘടകങ്ങൾ തിരികെ മണ്ണിൽ ലയിക്കുന്നു. വിഭിന്നമായ പ്രത്യക്ഷങ്ങളുടെ എല്ലാം ആദികാരണം പരമപുരുഷനാണെങ്കിലും അമൂർത്തവാദികൾ സർവം ഖല്വിദം ബ്രഹ്മ, എല്ലാം ബ്രഹ്മമാണ് എന്ന വേദവാക്യത്തിന് ഊന്നൽ കൊടുക്കുന്നു. ബ്രഹ്മത്തിൻ്റെ പരമകാരണനായവനിൽ നിന്നു നിസ്സരണം ചെയ്യുന്ന വിവിധ പ്രത്യക്ഷങ്ങളെ അമൂർത്തവാദികൾ പരിഗണിക്കുന്നില്ല. സർവവും ബ്രഹ്മത്തിൽ നിന്നുദ്ഭവിക്കുന്നു, നാശത്തെ തുടർന്നു ബ്രഹ്മത്തിൽ ലയിക്കുന്നു. ഇവയ്ക്കിടയിലുള്ള പ്രത്യക്ഷവും ബ്രഹ്മം തന്നെ. ഇത്രയുമാണ് അവരുടെ പരിഗണനയിലുള്ളത്. സൃഷ്ടിക്കു മുമ്പ് പ്രപഞ്ചം ബ്രഹ്മത്തിലായിരുന്നെന്നും സൃഷ്ടിയെ തുടർന്നു ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുവെന്നും സംഹാരത്തിനു ശേഷം ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു എന്നും മായാവാദികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മം എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം ബ്രഹ്മസംഹിതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജീവാത്മാക്കൾ കാലം, ദേശം, ഭൗതിക മൂലകങ്ങൾ, പൃഥ്വി, ജലം, വായു, ആകാശം, അഗ്നി, മനസ്സ് എന്നിവ ഉൾച്ചേർന്നതാണ് പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ ആകെ തുക. അതിനെ ഭൂർഭുവഃ സ്വഃ എന്നു പറയുന്നു. അത് ആവിഷ്കരിച്ചത് ഗോവിന്ദനാണ്. അതു പുഷ്ടി പ്രാപിക്കുന്നതു ഗോവിന്ദൻ്റെ ശക്തി കൊണ്ടാണ്. സംഹാരത്തെ തുടർന്നു അതു ഗോവിന്ദനിൽ പ്രവേശിച്ചു ഭദ്രമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടു ബ്രഹ്മാവ് പറയുന്നു, ആദിപുരുഷനും കാരണങ്ങൾക്കെല്ലാം കാരണനുമായ ഭഗവാൻ ഗോവിന്ദനെ നാം ഭജിക്കുന്നു. എല്ലാറ്റിലും വച്ച് വലുതെന്നും എല്ലാറ്റിൻ്റെയും പാലകനെന്നുമാണ് ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ടു സൂചിപ്പിക്കുന്നത്. അമൂർത്തവാദികൾ ആകാശത്തിൻ്റെ മഹത്വത്തിൽ ആകൃഷ്ടരാകുന്നു. പക്ഷേ അവരുടെ അല്പജ്ഞാനം നിമിത്തം അവർ കൃഷ്ണൻ്റെ മഹത്വത്തിൽ ആകൃഷ്ടരാകുന്നുമില്ല.
പ്രായോഗിക ജീവിതത്തിൽ നമ്മളൊക്കെ ഒരു വ്യക്തിയുടെ മഹത്വത്തിലാണ് ആകൃഷ്ടരാകുന്നത്, പർവ്വതത്തിൻ്റെ വലുപ്പത്തിലല്ല. സത്യത്തിൽ ബ്രഹ്മം എന്ന പദം കൃഷ്ണനു മാത്രമേ ചേരൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണനാണു പരംബ്രഹ്മം എന്ന് അർജുനൻ അംഗീകരിക്കുന്നത്. ഹരേ കൃഷ്ണ.